ഹായ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇന്ന് ഞാൻ ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാനാണ് വന്നത്. എൻ്റെ പ്രസിദ്ധമായിട്ടുള്ള റോക്കിയുടെ ബിഗ് ബോസിലെ വാട്ടർ ബോട്ടിൽ, പിന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വഴികാട്ടി എന്നുള്ള ഒരു സമ്മാനം, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള. എനിക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വഴികാട്ടി എന്നുള്ള ഒരു സംഭവം. അത് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞതൊന്ന്, ഞാൻ ഉദ്ദേശിച്ചതൊന്ന്, നിങ്ങളത് അറിഞ്ഞതൊന്ന്, കേട്ടതൊന്ന്, മനസ്സിലാക്കിയതൊന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതല്ല കൺവേ ആയത്. കാര്യം ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വിലമതിക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെ ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ വിലമതിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എനിക്ക് ഈ ഒരു ബോട്ടിൽ നിന്നുള്ളത്, അല്ലേ? അപ്പം അത് എനിക്ക് വിലമതിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ 1 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞാലും ഞാനിത് കൊടുക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫ് അതിലൂടെ തീർന്നു പോകത്തൊന്നുമില്ല. വീണ്ടും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മർ ഗയാ തോ നഹീ ഹൈ നാ, അഭി തോ ജിന്ദാ ഹൈ നാ, എപ്പോഴും ജീവനില്ലേ നമുക്ക്. അപ്പം അതുകൊണ്ടൊന്നും റോക്കി അങ്ങനെ തളർന്നു പോയെന്നോ അല്ലെങ്കിൽ ഇതോടുകൂടി എൻ്റെ ഓപ്പർച്യൂണിറ്റീസൊക്കെ നഷ്ടപ്പെട്ടെന്നോ ഒന്നും വിശ്വസിക്കുന്ന ഒരാളെന്നല്ല. ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വരാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവും. അങ്ങനെ തികച്ചും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ബിഗ് ഡ്രീം, ബിഗ് ഗോൾ, ബിഗ് ആക്ഷൻ, ബിഗ് വേർഡ്, ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് വലിയ ബിഗ് ഡ്രീമുണ്ട്. എൻ്റെ ഗോള് വളരെ വലുതാണ്. എൻ്റെ ആക്ഷൻസ് എല്ലാം തന്നെ വലിയ ആക്ഷൻസുകളായിരുന്നു ലൈഫിലുണ്ടായിട്ടുള്ള. അതുപോലെ ബിഗ് വേർഡ്, ഞാൻ എന്നിൽ വിശ്വസിക്കുന്ന ആളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്ക് എന്താണ്? ഞാൻ എന്നുള്ള വാക്കാണ്. ആ വാക്കിൽ വിശ്വസിക്കുന്ന ആളാണ് റോക്കി. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ആ ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഹാപ്പി ബർത്ത്ഡേ അസി. ഇന്ന് അസിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അപ്പം റോക്കിയുടെ ബർത്ത്ഡേ എന്നാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും, അല്ലേ? അസിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ തന്നെ വരുന്നത് അസി റോക്കി എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താണ് അസി, എന്താണ് റോക്കി എന്നുള്ള ഒരു സംഭവം. ഇന്ന് മെയ് 20 ആണ് എൻ്റെ സർട്ടിഫിക്കേഷനിലുള്ള ബർത്ത്ഡേ. എനിക്ക് തോന്നുന്നു മുമ്പുള്ള ആൾക്കാർക്ക് സർട്ടിഫിക്കേഷനിലുള്ള ബർത്ത്ഡേയും അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കേഷനുള്ള ബർത്ത്ഡേയും തമ്മിൽ രണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ജനന സർട്ടിഫിക്കേഷനിൽ August 19 ആണ് അതിലെഴുതിയിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് May 20. അങ്ങനെ ഇയർലി 2 ബർത്ത്ഡേ ഉള്ള ഒരാളും കൂടെയാണ് ഞാൻ റോക്കി. അതായത് പരമ്പരയായ വന്ന സമ്പ്രദായത്തെ എന്നാളെ മാറ്റ മുടിയാതെന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ഓഗസ്റ്റിലുള്ള ബർത്ത്ഡേ മനസ്സിലാക്കുന്നത്. അത് കുറച്ച് ഇയറേ ആയിട്ടുള്ളൂ. പക്ഷേ May 20 ആണ് ഞാൻ ഇതുവരെ ആഘോഷിച്ചുകൊണ്ടിരുന്ന ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ പുതിയത് വരുമ്പോഴത്തേക്കും നമ്മൾ പഴയതിനെ മറക്കാൻ പാടില്ല, അത് ശരിയല്ലല്ലോ. എങ്കിലും ചെറിയൊരു വലിയ ആഘോഷമൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ എൻ്റെ ടച്ച് ഓഫിങ്ങിലുള്ള എൻ്റെ പിള്ളേരും അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ രാത്രി ആണ് എന്നെ ഇത് ഓർമ്മപ്പെടുത്തിയത്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പോലും ഞാൻ പൊതുവേ മറന്നു പോകാറുള്ളതാണ് പതിവ് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അത് ഓർമ്മിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ അവർ വേണ്ട പരിപാടിയൊക്കെ അവരൊപ്പിക്കും. അങ്ങനെ തന്നെയാണ് ഈ പ്രാവശ്യം സംഭവിച്ചത്. ഇന്നലെ നൈറ്റ് വന്നിട്ട് ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് വൈറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ ബിഗ് ബോസിൽ എൻ്റെ ബർത്ത്ഡേക്ക് ലാലേട്ടൻ വരും, ലാലേട്ടൻ വന്ന് വിഷ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു ത്രില്ല് എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ ഇടാൻ വേണ്ടി വെച്ചിരുന്ന കോസ്റ്റ്യൂമാണ് ഇന്നിപ്പം ഇട്ടിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ജീവിതത്തിൽ എല്ലാത്തിനെയും തന്നെ വളരെ സീരിയസോട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ ഡിസിപ്ലിനോട് കൂടി ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. നിങ്ങൾക്ക് ബിഗ് ബോസ് ആ ഷോയിൽ കാണാൻ പറ്റും ഞാൻ എത്ര എനർജിയോട് കൂടി എത്ര നല്ല രീതിയിൽ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ച രീതികൾ, നമ്മൾ വളർന്ന ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ ജീവിച്ച രീതികളും അല്ല നിങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങൾ ജീവിച്ച രീതികളും. ഒരിക്കലും ഞാൻ അതിനെ ഇതായിട്ട് പറയുന്നില്ല. ഞാൻ ഒരിക്കലും അപമാനപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെയും അപമാനപ്പെടുത്താനും ശ്രമിച്ചിട്ടില്ല. ഞാൻ അപമാനപ്പെടാനും ശ്രമിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ആരും എന്നെ അപമാനിച്ച ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പം ഇത്രയും രീതിയിൽ ഒരാളെന്നെ ഇൻസൾട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു ആക്ഷനിലൂടെ ഒരു റിയാക്ഷൻ സംഭവിച്ചു പോയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെളിയിൽ വന്നെന്നുള്ള സംഭവമൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ ഫൈനൽ വരുന്നുണ്ട്. ഈ ഫൈനലിൽ എന്നെ വിളിക്കുമെന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല. വിളിച്ചാൽ ഞാൻ പോകും. എന്തായിരുന്നാലും ഫൈനലിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ പോകും. പക്ഷേങ്കിൽ വിളിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല.
പിന്നെ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്നുള്ള ഒരു സംഭവം. അങ്ങനെ ഒരു അൾട്ടിമേറ്റിൽ റോക്കിയെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്കി ഉറപ്പായിട്ട് പോവുകയും ചെയ്യും. റോക്കി ഇതുവരെ അവിടെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആരെ കൂടെ ആയിരുന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ മത്സരിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൾട്ടിമേറ്റിൽ വെച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ അതല്ലെങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ. ഏതെങ്കിലും നമുക്ക് വേണമെങ്കിൽ എനിക്കൊരു സിനിമയിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് വരാം. ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, പിന്നെ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും നമ്മൾ വിചാരിക്കും അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസുകൾ ആണ്, നമുക്കിതിനെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് നമ്മൾ കരുതി തന്നെ മുന്നോട്ട് പോകണം. കാര്യം വലിയ ഉയർച്ചയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വീഴ്ചയായിട്ടായിരിക്കും പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. പക്ഷേ ആ വീഴ്ചയിൽ തന്നെ നമ്മൾ വീഴ്ന്നു പോകാതെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. അതുപോലെ എൻ്റെ ഈ ഓട്ടം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഔദ്യോഗികം അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ട് ഇന്ന് 38 വർഷമായി. ഈ 38 വർഷം കൊണ്ടും ഞാൻ വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. വളരെ എത്തിക്സോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. സാമൂഹികം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ ട്രഡീഷണൽ രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കൂട്ടുകാർ, എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂട്ടുകാർ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എന്നെ പ്രണയിക്കുന്നവർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, എൻ്റെ ടച്ച് ഓഫിങ്ങിലുള്ള മുഴുവൻ ആൾക്കാർ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള സാബു, അനൂപ്, പിന്നെ സുജീവ്, പിന്നെ എൻ്റെ ബ്രദറായിട്ടുള്ള അച്ചു, റിയാസ്, മുജീബ് റഹ്മാൻ, പുള്ളിക്കാരൻ ഇപ്പോൾ മരിച്ചുപോയി. മുജീബ് റഹ്മാൻ എന്നാണ് എൻ്റെ മൂത്ത കാക്കാൻ്റെ പേര്. പുള്ളിക്കാരൻ അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ താഴെ വന്നിട്ട് ആവശ്യമില്ലാതെ കമൻസ് പറയുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള ഒരാളല്ലാത്തത് കൊണ്ടാണ്, ചിലപ്പോൾ പ്രതികരിച്ച് പോയാലോ എന്നുള്ള ഒരു തോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പ്രതികരിച്ച് മാത്രമേ റോക്കിക്ക് ശീലമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തെറി വിളിക്കുന്നവരൊക്കെ കുറച്ച് സൂക്ഷിച്ച് തെറി വിളിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക, അറിയാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ഞാൻ ആരെയും പേടിക്കുന്ന ഒരാളുമല്ല. എന്നെ പേടിപ്പിക്കാനൊന്നും എന്നെ ആരും ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളർന്ന രീതികൾ അത് വേറെയാണ്. നിങ്ങൾ വളർന്ന രീതിയിലല്ല റോക്കി വളർന്നത്. റോക്കിയുടെ ചുറ്റുപാടുകളും റോക്കിയുടെ സാഹചര്യമൊക്കെ ഡിഫറെൻ്റ് ആണ്. അതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിന് അപ്പുറമാണ് റോക്കി. ഓക്കെ, അപ്പം ഇനി വന്നിരുന്ന് പൊങ്ങച്ചം പറയുകയാണോ അതല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു തോട്ട് അങ്ങനെ ആ ഒരു ലെവലിലും അല്ല. അത്യന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതുപോലെ നിന്നിട്ടുള്ളൂ. ഞാൻ ആരുടെയും ഒരു പ്രശ്നത്തിനും പോയിട്ടുമില്ല. ഞാൻ അങ്ങോട്ട് ഒരു പ്രശ്നത്തിനും പോവുകയുമില്ല. ഞാൻ ആരുടെ അനുവാദമില്ലാതെ ആരുടെ ശരീരത്തിൽ സ്പർശിക്കുകയുമില്ല, എനിക്ക് ഹാംഫുൾ ആകുന്നത് വരെ അല്ലെങ്കിൽ എന്നെ സ്പർശിക്കുന്നത് വരെ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ലിമിറ്റേഷൻ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ കൊണ്ടാണ് പലതിലും എനിക്കെതിരുണ്ടായിട്ടുള്ള പല ആരോപണങ്ങളിൽ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിലും പല പോയിന്റുകളിലും പല ആൾക്കാർ ഓവർ സ്മാർട്ടിലൊന്നും ഞാൻ തിരിച്ച് സംസാരിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാത്ത കൊണ്ടൊന്നുമല്ല, അല്ല അന്തസ്സായിട്ട് സംസാരിക്കാൻ റോക്കിക്ക് അറിയാം. പിന്നെ എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുക, മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ കയറി ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയൊന്നും റോക്കിക്ക് അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ ഈ ഒരു ഇറങ്ങിയ സമയത്ത് കുറേ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിൽ കയറി ഞാനും കയറി ആവശ്യമില്ലാതെ സംസാരിച്ച് എനിക്ക് തോന്നി പിന്നെ എന്തിനാ ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാത്തത്. ഇത് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇടുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് വിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിഷ് ചെയ്യാം. നല്ല കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യാനുള്ളവർക്ക് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ തനി ഗുണം വേണമെങ്കിൽ കാണിക്കുന്നവർക്ക്, അതായത് പാരമ്പര്യം എന്നൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ആ പാരമ്പര്യത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് തെറി വിളിക്കാം. തെറി വിളിക്കുന്നവരെല്ലാം ഞാൻ അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളയുന്നു. നിങ്ങളുടെ പാരമ്പര്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ പറയാൻ വെച്ച കാര്യങ്ങളും ഞാൻ പൂർത്തീകരിക്കാത്ത കാര്യങ്ങളും ഒരിക്കൽ ഞാൻ പൂർത്തീകരിക്കും, ഞാൻ പറയുക തന്നെ ചെയ്യും. ഓക്കെ, അത് നമുക്ക് വീണ്ടും കാണാം. എന്തായിരുന്നാലും ബർത്ത്ഡേ ആയിട്ട് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു ബർത്ത്ഡേ എന്നോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് റോക്കിയെ വിഷ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നന്ദി.